ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സെറിൻ, വീണ്ടും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദുബായ് സഫാരി പാർക്കിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് ഒഫീഷ്യലി മെൻഷൻ ചെയ്തിരിക്കുന്നത് 2017 ഡിസംബർ 12 പക്ഷേ ഇത് ഒരു പഴയൊരു സൂ തന്നെയാണ്. 12.8 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഈ പാർക്കിനകത്ത് അറൗണ്ട് 3000 ആനിമൽസ് ഉണ്ട്. അതിൽ 78 സ്പീഷീസ് ഓഫ് മാമൽസ് ഇൻക്ലൂഡിങ് 10 ഡിഫറെൻറ്റ് കാർണിവറസ്, 17 പ്രിമേറ്റ്സ്, പിന്നെ 50 ടൈപ്സ് ഓഫ് റെപ്റ്റൈൽസ്, 111 കൈൻഡ്സ് ഓഫ് ബേർഡ്സ്, ആംഫിബിയൻസ്, പിന്നെ ഇൻവേർട്ടബ്രേറ്റ്സ് ആണുള്ളത്. ഈ പാർക്ക് ആദ്യം ദുബായ് സൂ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അതിൻ്റെ 50ാമത്തെ ആനിവേഴ്സറിയുടെ സമയത്ത് താൽക്കാലികമായിട്ട് റിനോവേഷന് വേണ്ടിയിട്ട് അടച്ചിരുന്നു. പിന്നീട് അത് റീ ഓപ്പൺ ചെയ്തത് ഒക്ടോബർ 2020. ഇവിടെ നമുക്ക് 5 കീ ഏരിയാസ് ഉണ്ട്. ആഫ്രിക്കൻ വില്ലേജ്, എക്സ്പ്ലോർ വില്ലേജ്, ഏഷ്യൻ വില്ലേജ്, അറേബ്യൻ വില്ലേജ്, അൽവാദി എന്നിങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സും ഫാമിലീസൊക്കെ ആയിട്ട് നമുക്ക് നല്ല എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്, ഈ സൂ എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ്ങിൽ പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാർക്ക് പൊതുവേ ഓപ്പൺ ചെയ്യുന്നത് തണുപ്പുള്ള സീസണിലാണ്. ചൂടുകാലത്ത് താൽക്കാലികമായിട്ട് അടച്ചിടും. ഇപ്പോൾ ചൂടായതുകൊണ്ട് താൽക്കാലികമായിട്ട് അടച്ചിട്ടിരിക്കുവാണ്. മേ ബി അത് സെപ്റ്റംബറിലോ ഒക്ടോബറിലൊക്കെ ആയിട്ട് ഓപ്പൺ ചെയ്യുമായിരിക്കണം. അപ്പോൾ നമുക്കിവിടെ ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫാമിലി ആയിട്ടാണ് വരണമെങ്കിൽ, കുഞ്ഞുങ്ങളൊക്കെ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണോ അല്ലെങ്കിൽ പ്രായമുള്ളവരായിട്ടാണെങ്കിൽ നടക്കാൻ കുറേ ഉള്ളതുകൊണ്ട് അതിനുള്ള മുൻകരുതലുകളും എല്ലാം നോക്കിയിട്ട് വേണം വരാനായിട്ട്. പിന്നെ ഇവിടെ നമുക്ക് ചില സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ചെറിയ ട്രാം പോലുള്ള, ട്രെയിൻ പോലുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇതിനെയൊക്കെ എല്ലാം കേജിലല്ല, അല്ലാതെ ഇങ്ങനെ തുറന്നാണ് വിട്ടേക്കുന്നത്. പിന്നെ ചില ഈ മൃഗങ്ങളുണ്ടല്ലോ കാർണിവറസ് ആയിട്ടുള്ള, അതിനെ മാത്രമാണ് ഒരു സ്പെഷ്യൽ ഒരു ഇങ്ങനെ കേജ് പോലെ ആക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ടേക്കണം. എന്നാലും അതെല്ലാം ഓപ്പൺ ഏരിയ ആണ്, നമുക്ക് കറക്റ്റായിട്ട് അത് വിസിബിളാണ്. പിന്നീട് നമുക്ക് കുറേ സ്ഥലങ്ങളിലൂടെ നമുക്ക് വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കുറേ അധികം ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതേപോലുള്ള പാമ്പുകളെയൊക്കെ ഇങ്ങനെ ഇതേപോലത്തെ എന്താ പറയുക, കേജിനകത്താണ് ഇട്ട് വെച്ചേക്കുന്നത്. പക്ഷേ അന്ന് എനിക്ക് പോയപ്പോൾ കറക്റ്റായിട്ട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ തോന്നിയില്ല. കാര്യം അന്ന് ഞാൻ വിചാരിച്ച പോലുമില്ല ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നും എനിക്ക് ഈ ഒരു വീഡിയോസൊക്കെ ആ സമയത്ത് ഉപയോഗപ്പെടുമെന്നും നമ്മൾ വിചാരിച്ചിരുന്നില്ല. അപ്പോൾ അത്രയും അധികം സ്പീഷീസുകൾക്ക് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പോയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ എന്താ പറയുക, എനിക്ക് ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റാഞ്ഞത് എനിക്ക് അതിനെക്കുറിച്ച് ഒരു കറക്റ്റായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ്.